ഓക്കെ, ഇത് ജസ്റ്റ് ഇൻട്രോ ആണ്. എങ്ങനെയാണ് ഞങ്ങളുടെ വീട് സാധനങ്ങൾ ജസ്റ്റ് ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വേണ്ടേ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വേണ്ടേ. അപ്പോൾ അങ്ങനെയാണ് ഈ വീടിൻ്റെ ഒരു ഇൻട്രോ ചെയ്യാന്നുള്ളത്. ഇനി ഞങ്ങൾക്ക് ഉള്ള മെയിൻ പരിപാടികളിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന്, സുദർശ കുറച്ച് കോണ്ടൻസ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ കിട്ടുമെന്നാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ. പുറത്തുണ്ട് തോന്നിട്ട്. ഇതെന്താ വെച്ചാൽ ഇപ്പം ഞാൻ തിരയണ എന്താ അറിയോ, ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇത് ആക്ച്വലി കുറച്ചധികം A4 ഷീറ്റ്സ് ആണ്. ഇതിവിടെ ഉള്ള എല്ലാ ആൾക്കാരും പെട്ടെന്ന് ഐഡിയാസ് ബ്രെയിൻ സ്റ്റോം ചെയ്യുകയാണെങ്കിലും പെട്ടെന്നുള്ള മീറ്റിങ്സിനൊക്കെ ആണെങ്കിലും ആ A4 ഷീറ്റാണ് ആക്ച്വലി യൂസ് ചെയ്യാറ്. അപ്പം ഞാൻ അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആക്ച്വലി ഒരു സ്ക്രിപ്റ്റ് സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സ്ക്രിപ്റ്റാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളത്, വിച്ച് ഈസ് ഭയങ്കര പ്രശ്നം. ഇവിടെ ഇതൊക്കെ ബ്ലാങ്ക് തന്നെയല്ലേ. സുദർശ ലോക്കായോ? ഓക്കെ, ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്ക്രിപ്റ്റ് ഇപ്പോൾ കാണില്ല. ഓക്കെ, സോ ബേസിക്കലി ഞാനൊരു ഐഡിയ പറയാം. ഞാൻ ആ സ്ക്രിപ്റ്റ് ഇല്ലെങ്കിലും എൻ്റെ മനസ്സിൽ കുറച്ച് സാധനം ഉണ്ട്. പക്ഷെ ഐ തിങ്ക് ഇറ്റ് ഈസ് ഹിയർ ബ്രോ. അത് ഇതിൻ്റെ അടിയിലുണ്ടായിരുന്നു. ഓക്കെ, കിട്ടി. ഓക്കെ, ഫൈനലി ആ സ്ക്രിപ്റ്റ് കിട്ടി. സോ ഇങ്ങനെ കുറച്ച് ഞാൻ കോണ്ടൻസ് ഇങ്ങനെ സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ബേസിക്കലി കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് ആയിരിക്കില്ല, പക്ഷേ എങ്ങനെയൊക്കെയാണ് ആ കോണ്ടൻറ്റ് ഫ്ലോ പോകേണ്ടത്, ആ കോണ്ടൻറ്റ് ഒരു ഔട്ട്കം എന്തായിരിക്കും, അങ്ങനെ ഞാനൊരു 1-2 ലോങ് ഫോം വീഡിയോ വിച്ച് ഈസ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ഒരു ലോങ് ഫോം വീഡിയോ എന്താണ് ആഫ്റ്റർ നൂൺ ഓഫ് എ സൺഡേ ഇവിടെ വീട്ടിലെല്ലാവരും ചെയ്യണത് എന്നുള്ളത്, അങ്ങനെയുള്ള ഒരു ലോങ് ഫോം വീഡിയോ ആണ്. അതേപോലെ വേറൊരു ലോങ് ഫോം വീഡിയോയും ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലസ് ഒരു 4-5 ഷോർട്ട് ഫോം കോണ്ടൻറ്റും ഞാൻ സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ പണി. അപ്പോൾ സുദർശ് ഗിംബൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലസ് നമ്മൾ ആദ്യത്തെ പണി എന്ന് പറയുന്നത് ആദ്യത്തെ ആ ലോങ് ഫോം വീഡിയോ ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ ഫസ്റ്റ് ലോങ് ഫോം വീഡിയോ ഷൂട്ട്. അതിൻ്റെ കംപ്ലീറ്റ് സാധനങ്ങൾ ഞാൻ കാണിക്കേണ്ടാവില്ല, ബട്ട് ഞാൻ എവിടെയെങ്കിലും ഒരു ടൈം ലാപ്സോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ആ ലോങ് ഫോം വീഡിയോ ഷൂട്ട് ചെയ്യണത്. ഓക്കെ, നമ്മൾ ക്യാമറ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നിലത്ത് വെച്ചിക്കുക. ആൻഡ് ഞാൻ ഇവിടെ ട്രാക്ക് ചെയ്യാം. ലൈറ്റ് പ്ലസ് ഇതാണ് ചെയർ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ. അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിനൊന്നും അല്ല ശരിക്കും പ്രത്യേകിച്ച് കാര്യം, ബട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കാര്യം ഉണ്ടല്ലോ. ഒരു കാര്യം സംസാരിക്കല്ലേ, കൺവേ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതേ ഉള്ളൂ. എന്തൊക്കെയാണ് ഞാൻ പറയുന്നത് പോലും എനിക്കറിയില്ല. ബട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാൻ വേണ്ടി പോണത്, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാനായിട്ട് പോണത്. ദെൻ ലെറ്റ്സ് ഗോ. ഹേ ഓൾ, സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഈ വീഡിയോയിൽ ശരിക്ക് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് അവരെ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളത് ഉൾപ്പെടെയുള്ള എൻഡ് ടു എൻഡ് കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു കോണ്ടന്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഞങ്ങൾ ഇവിടെ ക്യാമറ സെറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് ഇവിടെ ലൈറ്റ് സെറ്റ് ചെയ്തു, പ്ലസ് കാര്യങ്ങളൊക്കെ റെഡി ആക്കി വന്നു. പക്ഷേ ഐ തോട്ട് നമുക്ക് എന്തുകൊണ്ട് ഈ ഒരു ചാനൽ കുറച്ചൊരു ഡിഫറെൻറ്റ് വൈബ് പിടിച്ചുകൂടാ, അല്ലെങ്കിൽ കുറച്ചുകൂടി റോ വൈബ് പിടിച്ചുകൂടാ എന്നുള്ളൊരു തോന്നലാണ്. ഓക്കെ, നമുക്ക് ഓസ്മോയൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് തോന്നിയത്. സോ ലെറ്റ് മീ നോ ദ ഫീഡ്ബാക്സ് ഇൻ ദ കമൻറ്റ്സ്. നിങ്ങൾ മുമ്പത്തെ വീഡിയോസിൻ്റെത് കാണാറുണ്ടെങ്കിൽ മേ ബി കുറച്ചും കൂടി റിലേറ്റ് ആവും. ഞാൻ മുമ്പ് ഈ രീതിയിലുള്ള കോണ്ടൻറ്റ്സ് അല്ലായിരുന്നു, അല്ലെങ്കിൽ ഈ രീതിയിലല്ലായിരുന്നു ഷൂട്ട് ചെയ്യാറ്. ബട്ട് ലെറ്റ്സ് ട്രൈ ഇങ്ങനൊരു സംഭവം. ഓക്കെ, സോ ഡൺ. നമ്മൾ ഫസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ലോങ് ഫോം വീഡിയോ ക്യാമറയിൽ ഷൂട്ട് ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഒരു ഡിഫറെൻറ്റ് ഫോർമാറ്റ് ട്രൈ ചെയ്യണം. ഇവിടെ ഞങ്ങൾ ലൈറ്റ് സെറ്റ് ചെയ്തു, ക്യാമറ സെറ്റ് ചെയ്തു, ഒക്കെ റെഡിയായി. പക്ഷേ ഒരു ഡിഫറെൻറ്റ് ഫോർമാറ്റ് ട്രൈ ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആക്ച്വലി ഓസ്മോൽ തന്നെ എടുത്തു. ബോർഡിലൊക്കെ കുറച്ച് വരച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് അടിപൊളി വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് ആക്ച്വൽ വാല്യൂ ആണ് ഞാൻ ആ വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളത്. മേക്ക് ഷുവർ നിങ്ങളത് വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ആൻഡ് വി ഹാവ് ഷാമിൽ. ഫാൻ ഇല്ലാതെ ജീവിക്കാൻ വേണ്ടി പറ്റാത്ത, അത് എക്സ്റ്റൻഷനിൽ ഈ ഏതോ ഒരു കുട്ടീനെയാണല്ലോ ഷാമിലെ നോക്കണത്. അല്ലല്ലോ, ഓപ്പണാക്ക്. പ്രൈവസി വേണ്ട സാധനമാണ്. പക്ഷെ ഞാൻ ചെറുതായിട്ട് കണ്ട് എന്താണ്ട് ഈ ഒരു കുട്ടിയും
ഞാനൊരു കുട്ടിയൊന്നുമല്ല, അതെനിക്ക് തോന്നിയാവും. ഓക്കെ, സോ ഒന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോണത് വൈഷ്ണവ്. സോ വൈഷ്ണവ് ആരാണ്? വൈഷ്ണവ് പ്രൊഡക്ഷൻ ഹെഡ്, ബ്ലോലിൻ പ്രൊഡക്ഷൻസ് ഹെഡ് അറ്റ് ബ്ലോലിൻ at Builders House. സോ വൈഷ്ണവിനെ ഞാൻ കാണുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ പരിചയപ്പെടുന്നത് ഒരു 2 years ബാക്കാണ്. സോ വൈഷ്ണവ് ആക്ച്വലി കോളേജിൽ എൻ്റെ ജൂനിയറാണ്. അങ്ങനെ ഞങ്ങൾ കണക്റ്റായി വൈഷ്ണവ് ഞങ്ങളവിടെ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്ന് അങ്ങനെ പോയി വൈഷ്ണവ് വേറെ കമ്പനിയിൽ വർക്ക് ചെയ്തു, വിച്ച് ഇസ് .in. ഞാൻ മുമ്പ് ഉണ്ടായിരുന്ന കമ്പനിയിൽ. അത് കഴിഞ്ഞ് വൈഷ്ണവ് ഒരു പുതിയ ഡയറക്ഷനിലേക്ക് എൻ്റെ കൂടെ ഇവിടേക്ക് വന്നു, ബിൽഡേഴ്സ് ഹൗസിലേക്ക് വന്നു എന്നുള്ളതാണ്. നൗ വി ഹാവ് വൺ ആൻഡ് ഓൺലി ഷാമിൽ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു തആല. ഷാമിലാണ്. ഷാമിൽ എന്താണ്? ഷാമിൽ ഈ ബ്ലോലിൻ അങ്ങനെ ചില കാര്യങ്ങളിൽ ഇങ്ങനെ ഇടപെട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ ചെയ്ത് നടക്കും. ബിൽഡേഴ്സ് ഹൗസ് ആരെങ്കിലും ബിൽഡേഴ്സ് ഹൗസ് ഒരാൾ ഉണ്ടാക്കിയൊന്നുമല്ല, അത് ഓൾറെഡി ഇവിടെ ഉള്ള വീടാണ്. അതിങ്ങനെ ഇങ്ങനെ സെറ്റപ്പ് ആക്കി പോകുന്നുണ്ട്. ശരിക്കും എന്താ പറയാനുള്ള വെച്ചാൽ ഇവന്റെ വ്ളോഗ് ഭയങ്കര ശോക വ്ളോഗ് ആയിരിക്കും. കണ്ടിരിക്കണം നിങ്ങളോട് താങ്ക് യു. ഞാൻ സ്റ്റാർട്ട് ചെയ്യണുള്ളൂ, അപ്പൊ ഞാൻ ഫിഗറിങ് ഔട്ട് ആണ്. What is vlog? Vlog is not something that you should സ്ക്രിപ്റ്റ് ഉണ്ടോ ഇതില്? Vlog is something that is Do you see any script here? day to day life. ഞാൻ എന്നോട് മുമ്പ് ഒന്ന് പറഞ്ഞോ ഷാമിലെ വീഡിയോ വരുന്നുണ്ട് റെഡി ആയിരിക്കുന്നത്? അങ്ങനെയല്ല. What I want to say is that ഈ ഇപ്പൊ വെച്ചാല് ഇങ്ങനെ കാണിച്ചു ഇങ്ങനെയല്ല ചെയ്യണ്ടേ, ഇത് ഡെയിലി ചെയ്യണ സാധനമല്ല. Vlog should be your life that you are documenting. വ്ളോഗിന്റെ മീനിങ്? വ്ളോഗിന്റെ മീനിങ് ഡേ ടു ഡേ ലൈഫ് അപ്പൊ വ്ളോഗ് എന്താ? വ്ളോഗ് റിട്ടേൺ ഫോർമാറ്റ്, ഡെയിലി റൈറ്റ് ചെയ്യണോ? വ്ളോഗ് വീഡിയോ ലോഗ് അല്ലേ? ആ വീഡിയോ ആണോ? എനിക്കറിയില്ല. ആക്ച്വലി വ്ളോഗ് പറഞ്ഞാൽ ആക്ച്വലി ഈ വീഡിയോസ് ആണ്, പക്ഷെ നമ്മളെ കൾച്ചറിലുള്ള ഒരു വ്ളോഗ്, ലൈഫ് സ്റ്റൈൽ വ്ളോഗ്. What I'm saying is your vlog, my vlog perspective appa ഞാനോട് പറഞ്ഞു, but it depends on person to person, so you can do whatever like that is right to you. So you are taking vlog in this ഒഴിവാക്കുക അല്ല, ഒന്ന് പോന്ന അയ്യെന്ന് പറയുന്ന ഫീൽ. you're taking vlog in your manner, but my style of taking vlog is not like this. ഓക്കെ, എന്റെ വീഡിയോസ് കാണാൻ ഒരു ഇവിടെ ഉള്ള എന്ത് സെർച്ച് ചെയ്യണം? എന്റെ വീഡിയോസ് കാണണ്ടാരോ കാണണം. എന്റെ വീഡിയോസ് കാണണമെങ്കിൽ മുഹമ്മദ് ഷാമിൽ നോക്കിയാൽ, ബട്ട് മൈ വിൽ ബി എൻറ്റയർലി ഡിഫറെന്റ്, വെരി ഡിഫറെന്റ് ഫ്രം വാട്ട് ഹി വിൽ ബി ഡൂയിങ്. അത്രേ ഉള്ളൂ. അല്ല, ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും, ലിങ്ക് ട്രീയിൽ ഉണ്ടാവും. If they want to watch it, it's really entirely different from what you're watching here. So I'll make sure ഇത് വന്നിട്ട് കാണാം. ആരും കാണണം ആരോട് പറയണില്ല, കാരണം എന്താ വെച്ചാല് ഷാമിലിന്റെ വ്ളോഗ് ആക്ച്വലി ശരിക്ക് അടിപൊളി സാധനമാണ്. ദാറ്റ് ഈസ് ഒരു ഏജൻസി ഫൗണ്ടർ എങ്ങനെയാണ് ഏജൻസി ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളത് ഇതിന്റെ ഒരു ഡോക്യുമെന്റേഷൻ യു ക്യാൻ സീ ദർ. എന്താ ശ്വാസം വലിച്ചിട്ട് കൈ ഉള്ളിൽ കയറ്റു. ഓക്കെ, താങ്ക് യു പറയണ്ടേ, ഞാൻ പറയട്ടെ. മൈ വ്ളോഗ് ഇസ് ഫോർ മീ ആഫ്റ്റർ 5 years എനിക്ക് എടുത്ത് നോക്കാനുള്ളതാണ് എൻ്റെ വ്ളോഗ്. സോ ഞാൻ ഐ എം നോട്ട് ബിൽഡിങ് ഇറ്റ് ഫോർ അതർ പീപ്പിൾ, ബട്ട് അതിൽ വാല്യൂ കൊടുക്കുന്നുണ്ട് ഞാൻ. പക്ഷെ ആ വാല്യൂ എനിക്ക് ശരിക്കും ബാക്കിയുള്ള ഒരാൾക്ക് ആക്ച്വലി വാല്യൂബിൾ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി വാല്യൂബിൾ അല്ല. ആക്ച്വലി വാല്യൂബിളിലേക്ക് എത്തും, കാരണം അതിലേക്ക് ശരിക്കും ഞാൻ എത്തിയിട്ടില്ല. ആ എത്തലിൻ്റെ ജേർണിയിലാണ്. ബട്ട് ഐ വോണ്ട് ടു ഡു ഇറ്റ് ബിക്കോസ് ഓൺലി വൺ റീസൺ, ആഫ്റ്റർ 5 years when I look back, building that muscle of creating. അത്രേ ഉള്ളൂ. ദാറ്റ് ഇസ് ഇറ്റ്. അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ വൺസ് ഓൻക്ക് അൾട്ടിമേറ്റ് വാല്യൂ കൊടുക്കാൻ വേണ്ടി പറ്റുന്നൊരു സ്പേസ് ഉണ്ടെങ്കിൽ ഹീൽ ഇൻ എ സ്പേസ് വേർ ഹിസ് ഓൾ ഫിഗർഡ് ഔട്ട് എങ്ങനെ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, വാട്ട് ഇസ് ദ പ്ലാറ്റ്ഫോം, എവറിത്തിങ് ഫിഗർ ഔട്ട് ആയിട്ടൊരു സ്റ്റേജിലേക്ക് എത്തും. അതാണ് കോണ്ടന്റ് ക്രിയേഷൻ മസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. What is content? How do you become a content creator? First you produce mass amount of content, then you will figure out everything. I would say create 1000 videos first, then only you will figure out what type of content to create. അതിന് കുറച്ച് എക്സാമ്പിൾസ് പറയാം. ഇത്ര വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് ഫിഗർ ഔട്ട് ചെയ്ത ഒരാളെ പേരാണ് മിസ്റ്റർ ബീസ്, രണ്ടാമത്തെ ഒരാളെ പേരാണ് അങ്കുർ വാരിക്കോ, മൂന്നാമത്തെ ആൾ വെച്ച് എന്തായാലും ഫിനാൻഷ്യൽ ചരൺ യൂസ് ടു ക്രിയേറ്റ് കോണ്ടന്റ്സ് വൈൽ ഹി വാസ് വർക്കിംഗ് ഇൻ എ വെരി ബിഗ് കമ്പനി, ടോപ്പ് 5 ടോപ്പ് 4 കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാത്രി വരും, രാത്രി സ്ക്രിപ്റ്റ് ചെയ്യും, രാവിലെ ഷൂട്ട് ചെയ്യും. ആ ഒരു വൈബിൽ 9 to 5 കഴിഞ്ഞ് he has a 5 to 9. He did contents for 3 years. That is how he built his content muscle. That is what I am just trying to do. I'm trying to do content for myself, but eventually it will turn into valuable content.
അടിപൊളി. നൗ ഷാമിലിൻ്റെ അടുത്ത് നിന്ന് കുറേ സാധനം കിട്ടിയെന്ന് എനിക്കറിയാം. ഞാനും ഭയങ്കര ഹാപ്പിയാണ്. എന്താ പറയുക, അങ്ങനെ ഞാൻ സംസാരിക്കുമ്പോൾ എങ്ങനെ ആലോചിക്കണം അതിലെന്തൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത്. നൗ നമുക്ക് അടുത്ത ആളെ കൊണ്ടുവരാം. ദാറ്റ് ഇസ് ബ്രിട്ടീഷ് റാഷിദ്. ഹായ്, എൻ്റെ പേര് റാഷിദ്. MPL കുറെ ഗെയിം ഉണ്ട്. ആ ഗെയിം കളിച്ച് 18,000 രൂപ വരെ നേടിയിട്ടുണ്ട്. നേടിയ കാശ് വേണ്ടിയ മൂന്നാർ പോകാൻ ആഗ്രഹിക്കുന്നു. മൂന്നാർക്കല്ല, ഓ പോണത് മൂന്നാർക്കല്ല, എവിടേക്കാണെന്നുള്ള കുറച്ച് സീക്രട്ട് ആണ്. ഓക്കെ റാഷിദ്, സേ സംതിങ് അബൌട്ട് ലിങ്ക്ഡ്ഇൻ ഫോർ നെക്സ്റ്റ് 2-3 minutes. സോ ഞാൻ റാഷിദ്. ബിക്കോസ് ഹിസ് എ ലിങ്ക്ഡ്ഇൻ ഗൈ അല്ലെങ്കിൽ കോണ്ടന്റ് ഗൈ, കോപ്പി ഗൈ. ഓക്കെ, അപ്പം ഞാൻ ബ്ലോലിൻ ലിങ്ക്ഡ്ഇൻ കാറ്റഗറി മാനേജറാണ്. ഇപ്പം ഐ എം ഹാൻഡ്ലിങ് എ ടീം ഓഫ് ഒരു 4 റൈറ്റേഴ്സ് ഉള്ള ഒരു ടീമിനൊപ്പം ലീഡ് ചെയ്യുന്നു. 4 writers. Yeah. 6 writers, including me. ഓക്കെ 6 writers. ഓക്കെ, റൈറ്റർ അല്ല, പക്ഷെ റൈറ്റർ ആണ് പറഞ്ഞ അഡ്വർടൈസ് ചെയ്യുന്ന ഒരാൾ കൂടി ഉണ്ട്. ഓക്കെ, സോ ലിങ്ക്ഡ്ഇൻ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ വരുന്നത് ഏകദേശം 1 കൊല്ലം മുന്നെയാണ്. സോ ഇന്ന് ഇവിടെ ഞാൻ ഇരിക്കാനുള്ള ഒരു കാരണം കൂടിയും ലിങ്ക്ഡ്ഇൻ ആണ്. എനിക്ക് അത്ര വലിയ നെറ്റ്വർക്ക് സംഭവമൊന്നുമില്ല. സോ ലിങ്ക്ഡ്ഇൻ ഞാൻ കോണ്ടന്റ് ചെയ്യാൻ തുടങ്ങി. സോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ലിങ്ക്ഡ്ഇനെ കുറിച്ച് പഠിച്ചു. എഴുതാൻ പഠിച്ചതൊക്കെ അവിടെ നിന്നാണ്. സോ അവിടുന്ന് ആ ഒരു കാര്യങ്ങൾ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് ഇന്ന് പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഗ്ലോബലിൽ അപ്ലൈ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഇപ്പം ഇവിടെ നമ്മളെല്ലാവരും എൻ്റെ പേര്. ആൻഡ് ഞാനും ഷാമിലും ഷാദും നമ്മൾ 3 ആൾക്കാരും കണക്ട് ചെയ്ത് ത്രൂ ലിങ്ക്ഡ്ഇൻ ആണ്. ഷാമിന് വന്നത് ലിങ്ക്ഡ്ഇൻ ആണ്, ഞാൻ ത്രൂ ലിങ്ക്ഡ്ഇൻ ആണ്. സോ ലിങ്ക്ഡ്ഇൻ ഇസ് എ റിയലി ഗുഡ് പ്ലാറ്റ്ഫോം ആൻഡ് എൻ്റെ ലൈഫ് കുറേ ചേഞ്ച് ചെയ്തൊരു പ്ലാറ്റ്ഫോം കൂടിയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നത് നമ്മളെ ബ്ലോലിൻ ലിങ്ക്ഡ്ഇൻ ടീമിന്റെ ഹയറിങ്ങിലെ ഓൾമോസ്റ്റ് 85% ലിങ്ക്ഡ്ഇൻ ആണ്. ദാറ്റ് ഈസ് അബൌട്ട് ലിങ്ക്ഡ്ഇൻ. താങ്ക് യു റാഷിദ്, താങ്ക് യു ഫോർ ജോയിനിങ്. അടുത്ത കയ്യിരു മറ്റേ ടൊവിനോ ആവും. അല്ല സാർ പറയും, എന്താ പറയണ്ടേ? വാട്ട് ആർ യു ഡൂയിങ്? എത്ര ടീം മെമ്പേഴ്സ് ഉണ്ട്? എത്ര പ്രോജക്ട്സ്? ഇതിപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 മാസമായിട്ടുള്ളൂ, 1.5 മാസമായിട്ടുള്ളൂ. എത്ര പ്രോജക്ട്സ് ഈ ഹാൻഡിൽ ചെയ്യുന്നു? എന്താ ഓവറോൾ സ്റ്റാറ്റസ് ഓഫ് ദ പ്രൊഡക്ഷൻ ടീം? Okay. Why Shamil smiling over there? Don't do it. ഓക്കെ, ബ്ലോലിൻ പ്രൊഡക്ഷൻ വെർട്ടിക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 1.5-2 months. ഞാൻ ജോയിൻ ചെയ്തിട്ട് ദിസ് ഇസ് 2nd month. ജോയിൻ ചെയ്ത മന്ത് മുതൽ തന്നെ ഉണ്ട്. സോ നൗ വി ഹാവ് എ ടീം ഓഫ് പ്രൊഡക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഒരു 5 to 6 ആളുകളുടെ ടീം ഉണ്ട് ഇപ്പോൾ കറൻ്റ്ലി. നോട്ട് ഗോയിങ് റിയലി ഗ്രേറ്റ്, ബട്ട് വി ആർ ഗോയിങ് ഓക്കെ ആൻഡ് വിൽ ബിൽഡ് മോർ ആൻഡ് മോർ. യെസ്, അതൊക്കെയാണ് പ്രൊഡക്ഷൻ. 5 മെമ്പേഴ്സ് ടീം മെമ്പേഴ്സ് ഉള്ളൂ. യെസ്, ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് പ്രൊഡക്ഷൻ. അറിയില്ല എത്ര ടീം മെമ്പേഴ്സ് ഉണ്ട്. ശരി, ഓക്കെ, അതാണ് നമ്മളെ പ്രൊഡക്ഷൻ ഇതെന്ന് പറയണത്. അപ്പോൾ ബാ, ഇനി നമുക്കുള്ളത് ഷൂട്ടാണ്. ഇന്നത്തത് ഇപ്പം 3:53 നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 3 മണിക്കായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്ത്. ഒരു ലോങ് ഫോം വീഡിയോ ഷൂട്ട് ചെയ്തു. പിന്നെ ഈ വ്ളോഗിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്നൊക്കെ സംസാരിച്ച് കഴിഞ്ഞു. നൗ വി ഹാവ് വാട്ട് 1 2 3 4 5 ഓക്കെ, അറൗണ്ട് 5 ഷോർട്ട് ഫോം കോണ്ടൻറ്റുകൾ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ടുണ്ട്. അതിൽ ഒന്ന് എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടമുള്ള കോണ്ടൻറ്റാണ്. ഞാൻ യൂഷ്വലി ഇങ്ങനെ ഇത്രയും എഫേർട്സ് ആക്ച്വലി ഷോർട്ട് ഫോം കോണ്ടൻറ്റിൽ ഇടാറില്ല. എനിക്ക് ആകെ ടൈറ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ 3 കാര്യങ്ങൾ ഇന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ്, ആ 3 കാര്യങ്ങൾ മാത്രമേ എൻ്റെ അടുത്ത് ലിസ്റ്റ് ഉണ്ടാവുള്ളൂ. ബാക്കി ഐ ജസ്റ്റ് ഇങ്ങനെ റാൻഡംലി പറഞ്ഞു പോകാറാണ്. ബട്ട് ദിസ് ടൈം ഞാൻ കുറച്ച് എഫേർട്ട് ഇടാൻ വേണ്ടി നോക്കി ടുവേർഡ്സ് ഷോർട്ട് ഫോം കോണ്ടൻറ്റ്. ബിക്കോസ് ഞാൻ ഒരു കൈൻഡ് ഓഫ് പ്ലേ ബുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. കോണ്ടൻറ്റ് ഇങ്ങനെ റീപർപ്പസ് ചെയ്ത് പോകാനായിട്ടുള്ള. ദാറ്റ് ഇസ് ഇറ്റ്. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്സിലേക്ക് പോകാം. അടുത്തത് ഐ തിങ്ക് ലെറ്റ്സ് ഷൂട്ട് ഈ ഒരു 5 കോണ്ടൻറ്റ്സ്.